കണ്ണൂർ എഡിഎമായിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് നയിച്ച ഗൂഢാലോചനയുടെ ചുരുളുകൾ ഒന്നൊന്നായി അഴിയുകയാണ്. നവീൻ ബാബുവിനെതിരെ കൈക്കൂലി ആരോപണത്തിൽ ആർക്കും തന്നെ പരാതി നൽകിയിട്ടില്ലെന്നും AK സെന്റർ ഓഫീസ് സെക്രട്ടറിയായ ബിജു കണ്ടക്കൈക്ക് മാത്രമാണ് വാട്സപ്പിലൂടെ പരാതി അയച്ചതെന്നും പെട്രോൾ പമ്പ് ഉടമ പ്രശാന്തൻ മൊഴി നൽകിയിരിക്കുന്നു. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർക്കാണ് പ്രശാന്തന്റെ മൊഴി. ഇതിലൂടെ ഒരു കാര്യം വ്യക്തമായിരിക്കുകയാണ്, മുഖ്യമന്ത്രിക്കോ വിജിലൻസിനോ കളക്ടറേറ്റിലോ പ്രശാന്തൻ പരാതി നൽകിയിട്ടില്ല. പ്രശാന്തൻ പരാതി നൽകിയത് AK സെന്റർ ഓഫീസ് സെക്രട്ടറിയായ ബിജു കണ്ടക്കൈക്ക് മാത്രമാണ്. ബിജു കണ്ടക്കൈ പ്രശാന്തന്റെ ബന്ധു കൂടിയാണ്. അപ്പോൾ ADM ആയിരുന്ന നവീൻ ബാബുവിനെതിരെ തയ്യാറാക്കിയ പരാതിയിലും ആ പരാതി പ്രചരിപ്പിച്ചതിലും CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ AK സെന്ററിനുള്ള പങ്ക് കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. PP ദിവ്യയെ സംരക്ഷിക്കുന്നതിനും PP ദിവ്യയെ കേസിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിനും വേണ്ടി ADM ആയിരുന്ന നവീൻ ബാബുവിനെതിരെ വ്യാജ പരാതി തയ്യാറാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നത് ഇതിൽ നിന്ന് വ്യക്തമായിരിക്കുകയാണ്. PP ദിവ്യയ്ക്ക് വേണ്ടി ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ പ്രതിച്ഛായ മോശമാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമം AK സെന്ററിൽ നടന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. പ്രശാന്തന്റെ മൊഴിയിലൂടെ ഒരു കാര്യം വ്യക്തമാണ്, ADM നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടില്ല. ADM നവീൻ ബാബുവിനെതിരെ കൈക്കൂലി പരാതി വിജിലൻസിലോ അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ ഇതുവരെ ലഭിച്ചിട്ടില്ല. വിവരാവകാശ നിയമപ്രകാരം വിജിലൻസിൽ നിന്നും കണ്ണൂർ കളക്ടറേറ്റിൽ നിന്നും ലഭിച്ച മറുപടികൾ ഇതിന് തെളിവാണ്. മുഖ്യമന്ത്രിക്ക് താൻ പരാതി നൽകിയെന്ന് പറഞ്ഞ് പ്രശാന്തൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിച്ച ആ പരാതിയുടെ പകർപ്പ് പോലും വ്യാജമാണ് എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. എന്തായാലും AK സെന്ററിന്റെ ഓഫീസ് സെക്രട്ടറിയായ ബിജു കണ്ടക്കൈക്ക് നൽകിയ പരാതി മാത്രമാണ് ഇതിൽ പ്രശാന്തൻ നൽകിയത് എന്നുള്ളത് ഈ പ്രശാന്തൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് ADM നവീൻ ബാബു മരണപ്പെട്ടതിന് ശേഷം PP ദിവ്യയെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു വ്യാജ പരാതി തയ്യാറാക്കുകയും ആ വ്യാജ പരാതി പ്രചരിപ്പിക്കുകയും ചെയ്തതിൽ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ AK സെന്ററിന്റെ ഓഫീസ് സെക്രട്ടറിയായ ബിജു കണ്ടക്കൈക്ക് പങ്കുണ്ട് എന്നുള്ള വിവരമാണിപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ കണ്ണൂരിലെ പാർട്ടി നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെ ADM നവീൻ ബാബുവിനെ മോശക്കാരനാക്കാൻ ശ്രമിച്ചു. ഈ കേസിൽ നിന്ന് PP ദിവ്യയെ ബോധപൂർവം രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തി. നിലവിൽ PP ദിവ്യ മാത്രമാണ് ഈ കേസിലെ പ്രതിസ്ഥാനത്തുള്ളത്. പ്രശാന്തനെ കൂടി ഈ കേസിൽ പ്രതി ചേർക്കാൻ ആലോചിക്കുകയാണ് പോലീസ്. മുഖ്യമന്ത്രിക്ക് നൽകിയെന്ന പേരിൽ വ്യാജ പരാതി തയ്യാറാക്കൽ, വ്യാജ രേഖ ചമക്കൽ തുടങ്ങിയ കുറ്റങ്ങളായിരിക്കും പ്രശാന്തനെതിരെ ചുമത്തുക. എന്തായാലും ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ വളരെ നിർണായകമായ ചില വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ADM നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിലേക്ക് PP ദിവ്യ എത്തുന്നത് ബോധപൂർവമാണ് എന്ന് കളക്ടർ തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. വൈകുന്നേരം 3:13 കളക്ടറുടെ ഫോണിലേക്ക് PP ദിവ്യ വിളിക്കുന്നു. താൻ മറ്റൊരു പരിപാടിയിലാണെന്നും അല്പം വൈകിയാണെങ്കിലും ഈ പരിപാടിയിലേക്ക് എത്തുമെന്നും PP ദിവ്യ കളക്ടറെ അറിയിക്കുന്നുണ്ട്. അതേസമയം PP ദിവ്യയെ നിരുത്സാഹപ്പെടുത്തുകയാണ് താൻ ചെയ്തതെന്ന് കളക്ടർ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർക്ക് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നുണ്ട്. അതിന് പിന്നാലെ PP ദിവ്യ എത്തുന്നു. PP ദിവ്യയുടെ നിർബന്ധപ്രകാരമാണ് ഈ പരിപാടി ക്യാമറയിൽ കവർ ചെയ്യുന്നത്. ക്യാമറയിൽ കവർ ചെയ്യുന്നതിനായി കണ്ണൂർ വിഷന്റെ റിപ്പോർട്ടറെയും ക്യാമറാമാനെയും എത്തിച്ചതും അവരോട് വരാൻ നിർദ്ദേശിച്ചതും PP ദിവ്യ തന്നെയാണ്. ഈ പരിപാടിയിൽ വെച്ചാണ് ADM ആയിരുന്ന നവീൻ ബാബുവിനെതിരെ അതിഗുരുതരമായ ആരോപണങ്ങളും പൊതുസമക്ഷത്തിൽ നവീൻ ബാബുവിനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ PP ദിവ്യ സംസാരിച്ചതും. ഇതിന്റെ മനോവിഷമത്തിലാണ് ADM നവീൻ ബാബു ആത്മഹത്യ ചെയ്തതെന്നുള്ള കണക്കുകൂട്ടലാണ് ഇപ്പോൾ അന്വേഷണ സംഘം. എന്തായാലും ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാകണമെന്ന നിർദ്ദേശവും കൂടി ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിലുണ്ട്. വളരെ ഗുരുതരമായ ചില കണ്ടെത്തലുകളാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ADM നവീൻ ബാബുവിൻ്റെ പ്രതിച്ഛായ മോശമാക്കുന്നതിനും അദ്ദേഹത്തെ സ്വഭാവഹത്യ നടത്തുന്നതിനും വലിയ ശ്രമങ്ങളുണ്ടായി. അതിൽ CPM-ലെ ഉന്നത നേതാക്കൾ ഇടപെട്ടു. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ AK സെന്ററിലെ ഓഫീസ് സെക്രട്ടറിക്ക് തന്നെ അതിൽ പങ്കുണ്ടായിരുന്നു. ഒരിടത്തും പെട്രോൾ പമ്പ് ഉടമ പ്രശാന്തൻ പരാതി നൽകിയിട്ടില്ല. ആകെ പരാതി നൽകിയത് AK സെന്ററിന്റെ ഓഫീസ് സെക്രട്ടറിയും ബന്ധുവുമായ ബിജു കണ്ടക്കൈക്ക് വാട്സപ്പ് വഴി നൽകിയ ഒരു പരാതി മാത്രമാണ്. എന്നാൽ ADM നവീൻ ബാബു മരണപ്പെട്ടതിന് പിന്നാലെ വൻതോതിലുള്ള പ്രചരണങ്ങളുണ്ടായി. കൈക്കൂലി കേസിൽ പ്രശാന്തൻ നൽകിയ പരാതി പലയിടങ്ങളിൽ നിന്നായി പുറത്തു വന്നു. അത്തരത്തിൽ വ്യാജ പരാതി തയ്യാറാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തവരെ ഈ കേസിൽ പ്രതിയേർക്കണമെന്നാണ് ഇപ്പോൾ ADM നവീൻ ബാബുവിൻ്റെ കുടുംബം ആവശ്യപ്പെടുന്നത്.